ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപദർശന യോഗത്തിലെ 35 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 36-ാമത്തെ ശ്ലോകം നോക്കാം. അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യാ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാ. അർജുന ഉവാച, അർജുനൻ പറയുന്നതാണ്. ഹേ ഋഷികേശ, അല്ലയോ ഭഗവാനെ, സ്ഥാനേ, സ്ഥാനത്തുള്ള, അതായത് യഥാവിധിയുള്ള, തവ, അങ്ങയുടെ, പ്രകീർത്തിയ, കീർത്തനം കൊണ്ട് അഥവാ അങ്ങയെ പ്രകീർത്തിക്കുന്നത് കൊണ്ട്, ജഗത്, ഈ ലോകം മുഴുവനും അഥവാ ലോകർ, പ്രഹൃഷ്യതി, ആനന്ദിക്കുകയും, അനുരജ്യതേജ, അനുരഞ്ജിക്കുകയും ചെയ്യുന്നു, അഥവാ അനുരാഗികളായിത്തീരുകയും ചെയ്യുന്നു. രക്ഷാംസി, രക്ഷസുകൾ അഥവാ രാക്ഷസീയത ഉള്ളവർ, ഭീതാനി, ഭയപ്പെട്ട്, ദിശ ദ്രവന്തി, പല ദിക്കുകളിലേക്ക് ഓടുന്നു. സർവേ സിദ്ധസംഘാഹ, എല്ലാ സിദ്ധന്മാരായിട്ടുള്ളവരും, നമസ്യന്തീജ, അങ്ങയെ നമസ്കരിക്കുകയും ചെയ്യുന്നു. അർജുനൻ ആ വിശ്വരൂപ ദർശനത്തിൻ്റെ കാഴ്ചകൾ, അതിൻ്റെ വിവരണം വീണ്ടും ഇങ്ങനെ തുടരുകയാണ്. അർജുനൻ പറയുന്നു, അല്ലയോ ഋഷികേശ, ഭഗവാനെ, യഥാവിധിയോടെ ഉള്ള അങ്ങയുടെ കീർത്തനങ്ങൾ കൊണ്ട് ഈ ലോകർ മുഴുവനും ആനന്ദിക്കുകയും അങ്ങയോട് അനുരാഗമുള്ളവരായി തീരുകയും ചെയ്യുന്നു. എന്നാൽ രാക്ഷസീയ സ്വഭാവമുള്ളവരാകട്ടെ ഭയപ്പെട്ട് പല ദിക്കുകളിലേക്ക് ഓടുകയും ചെയ്യുന്നു. സിദ്ധന്മാരായിട്ടുള്ളവരാകട്ടെ അങ്ങയെ നമസ്കരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ട് ആദ്യം സന്തോഷിച്ചു, പിന്നെ ഭയപ്പെട്ടു. വീണ്ടും ഭഗവാൻ അത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ വീണ്ടും അർജുനൻ ഒരു ആശ്വാസത്തിലേക്ക് വരികയാണ്, ഒരു സമാധാന ചിന്തയിലേക്ക് വരികയാണ്. ഭയപ്പാടൊക്കെ കുറഞ്ഞു തുടങ്ങി. പറയുന്നു, ഭഗവാനെ, യഥാവിധിയുള്ള അങ്ങയുടെ തിരുനാമ കീർത്തനങ്ങളാൽ ലോകർ മുഴുവനും ആനന്ദഭരിതരായിത്തീരുന്നു. അങ്ങനെ ആ നാമകീർത്തനങ്ങൾ ചെയ്യുന്നവർ ആനന്ദിക്കുന്നതും അർജുനൻ അവിടെ കാണുകയാണ്. ആ ആനന്ദഭരിതരായിത്തീർന്ന ലോകർ അങ്ങയിൽ അനുരക്തരായിത്തീരുന്നു, അങ്ങയോട് അനുരാഗമുള്ളവരായിത്തീരുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരായിത്തീരുന്നു. സിദ്ധന്മാരായിട്ടുള്ളവർ അങ്ങയെ പ്രണമിക്കുന്നു. എന്നാൽ അസുരഗണങ്ങളാകട്ടെ ഭയപ്പെട്ട് പല വഴി ഓടുന്നു. ഇതെല്ലാം അർജുനൻ അവിടെ കാണുകയാണ്. ഭക്തരായിട്ടുള്ളവർ അങ്ങയുടെ സാമീപ്യത്തിൽ ആനന്ദിക്കുകയും അങ്ങയെ കീർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആസുരീക ചിന്തകളാൽ അങ്ങയെ ഇഷ്ടപ്പെടാത്തവരാകട്ടെ
അങ്ങയുടെ സമീപത്തു നിന്നും ഭയത്താൽ അകലേക്ക് ഓടി ഒളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ തത്വം ഏകദേശം ബോധ്യപ്പെട്ടതോടെ അർജുനൻ ഒരുവിധം സന്തുഷ്ടനായി മാറുകയാണ് ഈ വരികളിലൂടെ നമ്മൾ കാണുന്നത്. ആ ഭയപ്പാടൊക്കെ ഒന്ന് കുറഞ്ഞു. പൂർണ്ണമായും ഭഗവാന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെടുവാൻ സന്നദ്ധനായി തീരുന്ന, ശരണാഗതി ഭാവത്തിലേക്ക് വരുന്ന അർജുനനെയാണ് നമ്മൾ ഈ വാക്കുകളിലൂടെ കാണുന്നത്. അങ്ങനെ ആ വിശ്വരൂപ ദർശനം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ്റെ മനസ്സും അതിനനുസരിച്ച് ആദ്യം അത്ഭുത പരതന്ത്രനായി സന്തോഷിക്കുകയും പിന്നീട് ഭയചകിതനായി ഭയന്ന് വിറയ്ക്കുകയും ഉത്കണ്ഠാകുലനാവുകയും ചെയ്ത അർജുനൻ വീണ്ടും ആ ഒരു ശാന്തഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഈ ശ്ലോകത്തിൽ അറിയുവാൻ സാധിക്കും. വീണ്ടും അർജുനൻ ആ വിവരണം തുടരുകയാണ് അടുത്ത ശ്ലോകങ്ങളിലും. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.